ഇന്നിപ്പം കളിക്കുന്നത് ജിയോമെട്രി ലൈഫാണ്. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയർ എല്ലാം ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം നല്ലോണം സന്തോഷിപ്പിക്കണം. പിന്നെ നമ്മൾക്കുള്ള ആ പ്രസൻസ് കൂടി നിങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഡിസ്ലൈക്ക് ഒന്നും അടിച്ചു പൊട്ടിക്കരുത്. സബ്സ്ക്രൈബും ലൈക്കും എല്ലാം അടിച്ചു പൊട്ടിച്ചു മതി. അപ്പോൾ നമ്മളുടെ കളിയിലോട്ട് പോകാം. വി ആർ ഗെയിമിങ് ദിസ് വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇതിന്റെ പേര് ജിയോമെട്രി ഡാഷ് ലൈറ്റാണ്. മറ്റേ റിയലിന് പൈസ കൊടുക്കണം. പൈസ കൊടുത്ത് പഠിക്കുന്നുണ്ട് പഠിച്ചു. നമുക്ക് ഇന്ന് ഫസ്റ്റ് തന്നെ ഒരു കുറച്ച് എന്താ പറയുക ക്രൂരതയായ ഒരു വേൾഡ് അല്ലേ, ഒരു ക്രൂരത ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കളിക്കും. 4 ലെവൽസാണ് ഇതിനകത്തുള്ളത്. ഈ ടവർ എന്ന് പറഞ്ഞാൽ 4 ലെവൽസ്. ഇതിപ്പോൾ ഇങ്ങോട്ട് പോവാ തുള്ളിക്കഴിഞ്ഞാൽ ടാപ്പ് ചെയ്താൽ തുള്ളും. ഓക്കെ ഗൈസ്, നമുക്ക് ഈ കോയിൻസ് എല്ലാം എടുത്തിട്ടോ. അയ്യോ ഡെഡായി പോയി. പക്ഷേ പാട്ടുണ്ട് ഗൈസ്. ഞാൻ സൗണ്ട് കിട്ടാലോ. അപ്പോൾ ഗൈസിന് പാട്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല. ഇത് പുതിയൊരു ആപ്പ് കയറ്റിയതാണ് സ്ക്രീൻ റെക്കോർഡിൻ്റെ. അപ്പോൾ ഇവിടെ തീയല്ലേ ഉണ്ട് കേട്ടോ. അപ്പോൾ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു കുട്ടിക്കൂ. അത്യാവശ്യം നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക. അതന്നെ പറ്റുന്നത്ര കാണുക. ഒന്നും പറയാനില്ല. നമുക്ക് ഇതല്ലേ നമ്മളെ സ്വപ്നം. നമ്മൾ ഈ കോയിൻസ് എല്ലാം വെറുതെ എടുക്കുന്നുണ്ട്. കോയിൻസിൻ്റെ ആവശ്യമുണ്ടോ? നീല കളർ സാധനം വേണ്ടതാ. ഞാൻ വിചാരിച്ചു ചാവൂല. ഞാൻ ഈ നീല കളർ സാധനത്തെ നോക്കുന്നതിന് ഇവിടെ ഒരു റൂമുണ്ട് കണ്ടോ ഗൈസ്. നിങ്ങൾക്ക് ഈ നീല സാധനം മേടിക്കുന്ന ഇവിടെ റൂമുണ്ട്. പിന്നെ ഈ നീല സാധനം കൊണ്ടോ. പിന്നെ ടോർച്ച് മൈൻക്രാഫ്റ്റിലെ ടോർച്ച് അതേപോലെ ഉണ്ട്. ഇതേ മൈൻക്രാഫ്റ്റിലെ ടോർച്ച് മൈൻക്രാഫ്റ്റിലെ ടോർച്ച് കത്താണ്ട് റിയലിസ്റ്റിക് ആയിരിക്കും. അതാണ് അടാ ലേസറടാ കൊല്ലുക. നമ്മൾ പകുതിയായി പോവാ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കളിക്കുന്നത്. ഐ സി മറ്റേ ഗ്രാനി ഇല്ലേ, നമ്മൾ ഐ സി അടുത്ത വീഡിയോ നമുക്ക് ഗ്രാനി 3 കളിച്ചാലോ. അപ്പം ഗൈസ് നമ്മൾ അടുത്തൊരു വീഡിയോ നല്ല ക്രീപ്പി ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ എടുക്കുന്നതാണ് ഗൈസ്. അപ്പം നമുക്ക് കളിക്കാം. അയ്യോ അടാ എന്നെ ലോക്ക് ചെയ്ത് കയറും. അയ്യോ ഗൈസ്, നമ്മൾ ജയിലിട്ടു. നമ്മൾ എന്ത് കുറ്റാണ് ചെയ്തത്? അയ്യോ ഞാൻ ലെവൽ കംപ്ലീറ്റ്. താങ്ക്സ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെവൽ കളിക്കാൻ പോകുന്നതാണ്. ഇതിപ്പോൾ നമ്മളെ ഈ ടണലിലോട്ട് നമ്മൾ ഫസ്റ്റത്തെ ലെവലിൽ ടണലിലാണ് അയച്ചത്. അപ്പോൾ 1 മിനിറ്റ് ഗൈസ്. ഈ പാട്ട് നമ്മൾ കുറേ കേട്ടേ ഷോർട്സിൽ, യൂട്യൂബിൽ ഷോർട്സിലല്ലോ അല്ലേ. അയ്യോ ഇതാരാ ഇപ്പോൾ പറഞ്ഞില്ല. അച്ചാച്ചൻ്റെ മോൻ കംപ്ലീറ്റ് അല്ല. ഇതൊന്നും ആസിഡ് പുറത്ത് വരുമ്പോൾ ഇത് തൊട്ടാലും വാടാ. ആസിഡ് പുറത്ത് വേണം. അത് പാട്ടെല്ലാം മാറിയടാ. ഡീമണ് പാട്ടെല്ലാം മാറി. എടാ മുകളിലാ പോണ്ടേ. എടോ അത് പാട്ടെല്ലാം മാറി. സീരിയസ് ആയില്ലേ ഇത്രയും നേരം. അതുപോലെ നമ്മളെ പ്രോ പ്ലെയർ ആയിട്ടുണ്ട്. മുകളിലോട്ടൊന്നും പോയില്ലാലും നമ്മൾ മുകളിലോട്ട് പോകുന്നയാളോ അല്ലെ ഈ കുന്റെ താഴോട്ട് വരുന്നയാളോ അത് രണ്ടും മനസ്സിലാവുന്നു. ഇല്ല മുകളിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അടുപ്പിക്ക. ഇതൊന്നോ തീരെ കഴിയില്ല കേട്ടോ. ഇതെന്തായാലും ചെയ്യും. സെക്കൻഡ് ട്രയല് ഞാനാണ് കളിച്ചത് ഗൈസ്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഞാനാണ് കളിച്ചത്. ഈശാലിനോച്ച് അതാൻ്റെ റോബ്ലോക്സിലൊക്കെ ലെവൽ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടാമത്തെ അല്ലായിരുന്നു. ഇനി തേർഡ് കളിക്കണം അല്ലേ.
1 2 3 നമ്മൾ ഇത് സിമ്പിളാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടേ നമ്മളെ ഇതിനകത്ത് കയറണം. അത് കുറച്ച് കൊടുക്കണം. നമ്മളിപ്പോ അവിടെ കയറി ഇതിലൊക്കെ തന്നെ ഇവരെ അടിക്കണം. ആരടിച്ചു വലിയ അതിനടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അയ്യോ ഇങ്ങനെ ചാവാൻ എന്തിനാണ് ഞാൻ വെറുതെ നോക്കി കാണും. ഒരാളൊന്നല്ല വേറെ മോഹമാണ്. അവിടെ അവിടെ ഒരു ഞാൻ ഇതിങ്ങനെ ഞെക്കി പിടിച്ചാലോ ഒറ്റക്ക് പോകുന്നടാ. അതാ പ്രശ്നം. പിടിച്ച പോകേണ്ടല്ലായിരുന്നു. ഈയടാ ബസ് ഇത് ബസ് തന്നെ കൊതിയടിക്കണോടാ. എന്നാടാ വണ്ടി ഒറ്റ മിനിറ്റല്ല 2 മിനിറ്റ് പോലും നമ്മളിപ്പം ഡെഡാവോ. ചെറിയ ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലേ. ഇങ്ങനെ ഇതൊക്കെ തീരെ ഇഷ്ടമല്ല കേട്ടോ. എനിക്കിതാ ഇഷ്ടമായ ഇവനെ അടിക്കാൻ കഴിയുമോടാ. ഇവനാരോട് സംസാരിക്കുന്നു. ഞാനിവിടെയുള്ളേ. ഹേയ് ഭാസ്കർ, ഞാനിവിടെയുള്ളേ. ഞാനെങ്ങനെ രക്ഷപ്പെടും? അവിടെ ഒരു സ്കെൽറ്റനൊക്കെ ഉണ്ടോ? എന്റെ മുമ്പിൽ സ്കെൽറ്റൻ. അടാ ഈ സ്കെൽറ്റൻ പറഞ്ഞോണ്ടിരാ. അനദർ ടൈം തന്നെ ഈ ബോംബുണ്ട്. അവിടെ ബോംബെ അടുത്തു. ഈ ലെവലൊന്നും കംപ്ലീറ്റ് ആയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് ആയില്ല. ഇവിടെ അതെങ്ങനെയായി ആയി പാവ സ്കെൽറ്റൻ ഞാൻ അടിച്ചു കൊണ്ടുവരാം. മരണ മുമ്പിൽ കണ്ട ദിനമായിരുന്നു ഇത്. മരണം മുമ്പിൽ മാത്രമല്ല, മരണമല്ല മുമ്പിൽ കണ്ട് ദേഷ്യം. കൊതുകടിക്കുന്നു ദേഷ്യം. ഇപ്പൊ കൊതുവെല്ലാം കടിച്ചു പറിക്കാനായിരുന്നു, അല്ലാണ്ട് ചോര കുടിക്കാനല്ല. കൊതുവിനായിരിക്കും പകയല്ലുണ്ട്. കിട്ടി കൊതുകിനെ ഗൈസ്. ഇനി ലാസ്റ്റ് എല്ലാവരും പറയുന്നു ലാസ്റ്റത്തെ ഡീമൺ ലേസർ ഡീമൺ ഭയങ്കര ഹാർഡാന്നല്ല പറയുന്നത്. ഇത് ഹാർഡല്ലല്ലോ ഗൈസ്. ഇപ്പൊ ഹാർഡായോ ഇവിടെ അതെങ്ങനെ എന്റെ മുമ്പിൽ വന്നത്? മരണം മുമ്പിൽ കണ്ട ദിനമായി. മരണം മുമ്പിൽ കണ്ടില്ലേ? ആ മരണം ചെയ്ത് ചെയ്യേണ്ടത് അവിടെ പുതിയ ഗുഹ കണ്ട. ഗുഹയിലുണ്ട് സീക്രട്ട് ഹോൾ. ഗുഹയൊന്നും നമുക്ക് മൈൻക്രാഫ്റ്റിൽ കിട്ടിയിട്ടില്ലല്ലോ. ഇത് എന്താ അല്ല, അത് വീഡിയോ അല്ല ഗൈസ്. നമ്മളെ വെറുതെ കളിച്ചപ്പോ പറഞ്ഞു. അയ്യോ നമ്മളെ കൂട്ടിയിട്ട് അതെന്താ പറക്കുന്ന ബിരിയാണിയാ ഗൈസ്. പറക്കുന്ന ബിരിയാണിയാ എല്ലാവരും കാണും. ഇത് പറക്കുന്ന ബിരിയാണ. നമുക്ക് അടിച്ചു പൊട്ടിക്കോ. ആ പൊട്ടിച്ചോളേ. അവിടെ ഞാൻ ഗേറ്റ് പൊട്ടിച്ചു. ഇത് ആകറ് പോലും ഞാൻ ക്യൂബല്ലേ, പക്ഷെ ഇതാവണം പോലും മുള്ളു. ബോക്സ് ഓ അങ്ങനെ മനസ്സിലായി. അതിൻ്റെ അകത്തുനിന്ന് നേരെ അങ്ങോട്ട് പോകുന്നു. എങ്ങോട്ട്? ഏണിയിലോട്ട് അല്ലേ? നിനക്ക് കിടന്നാണ് ഇങ്ങനെ ബുദ്ധിമുട്ട്. അവിടെ നിന്നല്ലേ ഞാൻ അടിച്ചു പൊട്ടിച്ച. പിന്നെ എങ്ങനെ ഇവൻ വന്നു? നിങ്ങൾ പോകുമ്പോൾ ഇട്ടായിരിക്കും ചിലപ്പോൾ ചത്തിയിട്ടുണ്ടാവില്ല. നല്ല അപ്പൊ ഗൈസ് യെസ്. അപ്പൊ ഗൈസ് ഇന്നലെ മറ്റേ ഡോറാബുജിന്റെ ഡയറക്ടറും പിന്നെ നമ്മളെ മാപ്പും വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ എന്ത് ഗൈസ് ഒറ്റ ഗൈസ് എന്തല്ലോ കാർട്ടൂണല്ല. അപ്പൊ ഗൈസ് അപ്പൊ
ഇവിടുന്ന് നമ്മള് മുള്ളാകാം. നമുക്ക് ഈ മുള്ളാകാം. നോക്കട്ടെ, നല്ല സ്കില്ലല്ലേ. കാരണം ആ സൈഡിൽ മുള്ളുണ്ട്. ഇത് മറ്റേ അവിടെ ഒരു ഗെയിമില്ല, എനിക്കറിയാം. ഒരു മറ്റേ ഒരു കുറെ ഗോസ്റ്റിന്റെ ബോള് ആ ബോള് ഇതിന്റെ തല്ല കീ കൊടുക്കണം തോന്നുന്നു. എന്തായാലും ഈ നീല കളർ ബ്ലോക്ക് ഉണ്ടാവും, അത് പോകും തോന്നുന്നു. അയ്യോ എന്തുവാണ് ഞാൻ പേടിച്ചു. 3 വയലൂട്ടിയ 3 മോൺസ്റ്റർ ഞാൻ ഈലൂട്ടിയാലും ഞാൻ എല്ലാത്തിനും പോയതാ. ഇത് വൃത്തിയായിട്ട ഗെയിമാണ്, ആരും കളിക്കാൻ നോക്കണ്ട. ഹാർഡാണ്. ഹാർഡ് കുറച്ചുകൂടെ ജയിക്കാൻ പറ്റില്ല. എന്റെ മോൻ ഇതൊന്നും വൃത്തിയിട്ട കളി കേട്ടോ ഗായ്സ്. ആരും കളിക്കാൻ നോക്കണ്ട, വൃത്തിയിട്ട കളിയാണ് ഭയങ്കര ഹാർഡ് ഇരിക്കും. ഇതേപോലത്തെ സ്ഥലത്ത് ഓർക്ക് പോകാൻ കഴിയില്ല, ചെറിയ ചെറിയ വഴിയിൽ. അവിടെ ഇവിടെ ആരുമില്ല. അവിടെ ഇത് മൈൻക്രാഫ്റ്റിന്റെ ടോർച്ചല്ലേ, നോക്ക്. ഇത് മൈൻക്രാഫ്റ്റിന്റെ ടോർച്ചാണ്. നമ്മളെന്താ വേണ്ട മൂന്നേ വിലക്കോ ഇവനെ ഭയങ്കര ഇത് നമ്മൾ യൂട്യൂബിൽ കണ്ടാണ് ഇത്. ഇവന്റെ ഒരു തീ ഉണ്ട പോലെ നമ്മളെ ഈ പച്ച എന്തിനാ നമുക്ക് ഈ പച്ച ഷൂട്ട് ആട്ടെ, തിരിച്ച് ഷൂട്ട് ഒന്നെ വച്ചിട്ടേ. അതെന്തിനാ അറിയാം, നമ്മള് അങ്ങോട്ട് പോകൂലേ, അങ്ങോട്ട് പോയി സ്പീഡ് കൂടി ഭയങ്കര മരണപ്പെട്ടിരിക്കും. ഇവനെന്നാ കളിക്കും തൂണല് മാറി ഇത് യൂട്യൂബിൽ കണ്ടില്ല പോലും, പക്ഷേ ഞാൻ കണ്ടില്ല. അവിടെ ലീസർ അന്റെ മേത്തേക്ക് തുള്ളുന്നു. മരണം മുമ്പിലേക്ക് വന്നു. മരണം മുമ്പിൽ ദീപന്റെ മരണം മുമ്പിൽ. തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം കഴിഞ്ഞങ്ങനെ ഇനി ആറ്റം വിചാരിച്ചു നോക്കി, ഈ പാലം മുട്ടിട്ട് നമ്മള് രാവിലെ കൂടിയിട്ടുണ്ടെങ്കിലോ. എറണാകുളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. സത്യം പറയാം. ഇതെന്തിനാ 35 അപ്പൊ ഗായ്സ് നമ്മൾ ഇന്നത്തെ കഴിഞ്ഞു. അപ്പൊ നമ്മള് 4 ലെവലും കംപ്ലീറ്റ് ആയി. ഒരു 6 മിനിറ്റും അല്ല പറയുന്നതാണ്. അപ്പൊ ഗായ്സ് ബൈ ബൈ. ബൈ ബൈ. എല്ലാരും നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ചെയ്യണം ഗൈസ്. ആദ്യം പറഞ്ഞ കാര്യം ചെയ്യണം. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ കാണാം. പിന്നെ ആദ്യം പറഞ്ഞ സാധനങ്ങളെല്ലാം ചെയ്യണം, മറന്നു പോകരുത്. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.